പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് വർഗീയമായ പ്രചരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ആക്ഷേപം. അത് മലപ്പുറത്ത് നിങ്ങൾ പ്രത്യേകിച്ചും നടത്താൻ പോകുന്നു തെരഞ്ഞെടുപ്പിന്റെ കാലമാകുമ്പോൾ എന്നതാണ് രശ്മിൽ പറയുന്നത്. അതിനുള്ള മറുപടി വേണം. രണ്ടാമത്തെ ഇലക്ട്രൽ ബോണ്ടുമായി അവർക്കൊരു ഭയവുമില്ല. ആരുടെ മുന്നിലും അവർ തുറന്നു പറയും. ബി.ജെ.പി തുറന്നിട്ട വാതിലാണ്, അവർക്ക് ഒളിക്കാൻ ഒന്നുമില്ല എന്നതാണ് രശ്മിൽനാഥ് പറയുന്നത്. അതിനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഈ മണ്ഡലത്തിൽ നിന്നുള്ള MP എന്നുള്ള മൂന്നാമത്തെ ചോദ്യത്തിനും ഉത്തരം വേണം. ആദ്യത്തേത് MP-യുടെ ഒളിച്ചോട്ടം. യഥാർത്ഥത്തിൽ അബ്ദുൾ സമദ് സമദാനി സാഹിബ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമാണ് പൊന്നാനി പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അദ്ദേഹം തിരിച്ചു അങ്ങോട്ട് പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ഓൾറെഡി അവിടെ ഒരു MP ഉണ്ട്. ഉപതെരഞ്ഞെടുപ്പിലാണ് സമദാനി സാഹിബ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സമദാനി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ അവസരമാണ് പാർലമെന്റിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ. ബഷീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വിവിധ പദവികളിലിരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം. കൂട്ടത്തിലൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എവിടെ? അങ്ങനെ ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന്റെ പശ്ചാത്തലത്തിൽ. ഞാൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഈ മണ്ഡലങ്ങൾ മാത്രം വെച്ച് മാറ്റാണല്ലോ ഇവിടെ ചോദ്യം വന്നത്. അങ്ങനെ ദേശീയ തലത്തിലുള്ള കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ബഷീർ സാഹിബിന് ഭൂരിപക്ഷം കൂടുതലുള്ള മണ്ഡലമായിരുന്നു പൊന്നാനി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കുറവാണ് ഈ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ റിസൾട്ട്. എങ്ങനെയാണ് കൂടുതലുള്ളിടത്ത് നിന്ന് താഴത്തേക്ക് ഒളിച്ചുവിടുക എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അത് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ആര് പറഞ്ഞു? LDF ആ അർത്ഥത്തിലൊക്കെ പറയും. LDF സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയുടെ പോളിറ്റിക്സിൽ എന്താണ് അവർക്കുള്ള റോൾ എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 1-2 മാസം മുമ്പ് വരെ മുസ്ലിം ലീഗിന്റെ വേദികളിൽ ഇരുന്ന ആളുകളെ സ്ഥിരമായി പാർലമെന്റിലെയും നിയമസഭയിലെയും സ്ഥാനാർത്ഥികളാക്കുക എന്നുള്ള ദുര്യോഗം LDF മലപ്പുറം ജില്ലയിൽ മാത്രം വന്നു ഭവിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. എത്ര പ്രഗത്ഭരായിട്ടുള്ള സ്വതന്ത്രന്മാരെ നിർത്തിയ പാർട്ടിയാണ് അവർ. കേരളത്തിലെ അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നിയമസഭയിലേക്ക് സ്വാതന്ത്ര്യ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന അവർ ഇപ്പോൾ ലീഗിന്റെ വേദികളിൽ നിന്ന് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കി തിരിച്ചുപോയ ആളുകൾ തിരിച്ചു പോവല്ലേ, ഞങ്ങളോട് കൂടി ഒന്ന് സംസാരിച്ചേക്കണമെന്ന് പറഞ്ഞ് നോമിനേഷൻ പേപ്പർ എഴുതി കൊടുക്കാൻ പറയുന്ന രീതിയിൽ അത്രമാത്രം CPM രാഷ്ട്രീയമായിട്ട് മലപ്പുറം ജില്ലയിൽ പതറിപ്പോയി എന്നുള്ളതിന്റെ തെളിവാണ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ. അതൊരു കാര്യം. അതായത് സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ വന്നതാണ്, ഒളിച്ചോടിയതല്ല, യാതൊരു സംശയമില്ല. അത് ഈ റിസൾട്ട് നിങ്ങൾ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. ഈ വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഈ 2 സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്ത് കറക്റ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഈ റിസൾട്ട് ബോധ്യപ്പെടുത്തി തരും. യാതൊരു സംശയത്തിന് വേണ്ട. ടി മുഹമ്മദ് ബഷീറിന്റെ സ്വന്തം മണ്ഡലം ഏതാ? മലപ്പുറം പാർലമെന്റ്. എന്തിനു പൊന്നാനിയേക്ക് മത്സരിച്ച അയാൾ പോയി? പൊന്നാനിയിൽ കഴിഞ്ഞ വർഷം അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന അഹമ്മദ് സാഹിബ് ജീവിച്ചിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നാഷണൽ ലീഡറാണ്. അദ്ദേഹത്തിന്റെ ഹോം ടൗൺ എന്ന് പറയുന്നത് കണ്ണൂരായിരുന്നു. കണ്ണൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുസ്ലിം ലീഗ് അല്ല അതിന് തൊട്ട് മുമ്പ് ഇവിടെ അഹമ്മദ് സാഹിബ് ജീവിച്ചിരിക്കുന്ന കാലം സേഡ് സാഹിബിന് ശേഷം അർഹൂം അഹമ്മദ് സാഹിബ് ആയിരുന്നു. അഹമ്മദ് സാഹിബിന് ശേഷം പിന്നെ അഹമ്മദ് സാഹിബിന്റെ ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിക്കുമ്പോൾ ബഷീർ സാഹിബ് ഓൾറെഡി MP ആണ്. ബഷീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വളരെ ക്ലിയർ ആണ്. ഇടതുപക്ഷം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ AT മുഹമ്മദ് ബഷീർ അങ്ങോട്ടും അബ്ദുൾ സമദാനി ഇങ്ങോട്ടും വന്നത് ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഇങ്ങോട്ടോ ബഷീർ സാഹിബ് ഇങ്ങോട്ട് വന്ന് ഇതിന് ഒളിച്ചോട്ടം എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലായില്ലേ? ഒന്നുകിൽ കൂടുതൽ സേഫ്റ്റി ആണെന്ന് തോന്നണമെങ്കിൽ അത് റിസൾട്ടാണ് പറയേണ്ടത്. ഭൂരിപക്ഷം കുറവുള്ള ഒരു മണ്ഡലത്തിലേക്ക് എങ്ങനെ ഒളിച്ചോടി വരിക എന്നുള്ളതിന് പറയുന്നതിന്റെ അർത്ഥം നേതാവ് ഇവിടെ BJPയുടെ പ്രതിനിധി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വർഗീയത പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു പബ്ലിക്കിന്റെ മൈൻഡിൽ വരുന്ന ഒരു ഉത്തരം എന്താണ്? വളരെ ക്ലിയർ ആണത്. രാജ്യത്ത് 9.25 വർഷം ഭരണം നടത്തിയ ഒരു പാർട്ടി ബാലൻസ് ഷീറ്റ് മുമ്പോട്ട് വെക്കട്ടെ. രാജ്യത്തെ സാമ്പത്തിക മേഖല, രാജ്യത്തെ പരമ്പരാഗത വ്യവസായ മേഖല, MSME സെക്ടർ, ഇന്ത്യ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി, സ്വാഭാവികമായിട്ടും ഒരു നാഷണൽ പൊളിറ്റിക്സിൽ ചർച്ച ചെയ്യേണ്ട ഏതെങ്കിലും ഒരു എലമെന്റ് ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. 5 ട്രില്യൺ എക്കണോമി, നമ്മൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ശക്തി കുതിപ്പായി മാറി എന്നാണ് BJP പറയുന്നത്. BJP അവരതിനനുസൃതമായിട്ടുള്ള തെറ്റായ രീതിയിലുള്ള അവരുടെ വ്യാഖ്യാനങ്ങൾ നടത്തുന്ന രാജ്യത്തെ പൊതുസമൂഹം തിരിച്ചറിയും. ഇവിടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ED ഇവിടുത്തെ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളൊക്കെ ഇപ്പൊ NDAയിൽ സഖ്യകക്ഷികളെ പോലെ പെരുമാറുകയാണ്. ഇന്ന് ഒരു വാർത്താമാധ്യമങ്ങൾ പ്രധാനപൂർവ്വം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 95% ED കേസുകൾ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെയാണ്. കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ 24 കേസ് നിലനിൽക്കുകയാണ് EDയുടെ. തൃണമൂൽ കോൺഗ്രസിനെതിരെ 19 നിൽക്കുകയാണ്. NCPക്കെതിരെ 11 ഉണ്ട്. ശിവസേനക്കെതിരെ 8 ഉണ്ട്. DMKക്കെതിരെ 6 ഉണ്ട്. BJDക്കെതിരെ 6 ഉണ്ട്. RJDക്കെതിരെ 5 ഉണ്ട്. BSPക്കെതിരെ 5 ഉണ്ട്. SPക്കെതിരെ 5 ഉണ്ട്. TDPക്കെതിരെ 5 ഉണ്ട്.
ആം ആദ്മിക്കെതിരെ 3 ഉണ്ട്. ലീഗിനെതിരെ ഇ ഡി വരാത്തത് നിങ്ങൾ ഒരു ഒത്തുതീർപ്പുള്ളതുകൊണ്ടായിരിക്കും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇ ഡി എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയെ ഭയപ്പെട്ടതുകൊണ്ടല്ല. ലീഗിന്റെ പൊളിറ്റിക്സ് സ്കിൽസിൽ എന്നൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. അത് ഇ ഡി എന്നല്ല, സാക്ഷാൽ മോഡിയും അമിത്ഷായും കമ്മീഷനായി പരിശോധിച്ചാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊളിറ്റിക്കൽ ട്രാൻസ്പെറൻസി എന്നൊക്കെ പറയുന്നത് അതിന്റെ ധവളിമയാർന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിന് ഇന്ന് കാണുന്ന മുസ്ലിം ലീഗിന്റെ ഒളിച്ചു വെക്കാനൊന്നും ലീഗിനില്ല. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ നിങ്ങൾ വർഗീയ പ്രചരണം നടത്തുന്നു എന്നതാണ് ബിജെപിയുടെ ആക്ഷേപം. മുജീബ്, വർഗീയ പ്രചരണം മുസ്ലിം ലീഗ് നടത്തുന്നു എന്ന് പറയുന്ന അദ്ദേഹം പോലും അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ വേണ്ടി വാദത്തിന് വേണ്ടി പറയുന്നത്. പിന്നെ ഒരു കൂട്ടത്തിൽ ഒരു കാര്യം, മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, നമ്മുടെ കാലിക്കറ്റിലെ മുൻ VC-യെ. എത്രയോ ആളുകൾ വന്ന് പാലക്കാട് വന്ന് മോഡിയുടെ മുമ്പിൽ ഒന്ന് കൈകൂപ്പി നിൽക്കുമ്പോൾ അതിന് പോലും ഒരു അവസരം കൊടുക്കാത്ത രീതിയിൽ ഇവരുടെയൊക്കെ മനസ്സ് എത്രമാത്രം. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി കൊടുത്ത ഒരു കാര്യം, പൊന്നാനിയിലെ സ്ഥാനാർത്ഥി കൊടുത്തിട്ടുണ്ട്. പൊന്നാനിയും മലപ്പുറം പാർലമെന്റ് മണ്ഡലവും ഇവിടെ 2 പഞ്ചായത്ത് കഴിഞ്ഞാൽ അതിന്റെ ബൗണ്ടറിയാണ്. അവിടെയുള്ള സ്ഥാനാർത്ഥിക്ക് മോഡിയുടെ അടുത്ത് പോയി കാണാമെന്നും തൊട്ട് 2 പഞ്ചായത്ത് ഇപ്പുറമുള്ള സ്ഥാനാർത്ഥിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വളരെ ലളിതമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഒരു കാരണവശാലും ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു മണ്ഡലത്തിൽ നാമമാത്രമായിട്ടുള്ള ഒരു സമയം ഒറ്റ ചോദ്യം കൂടി ചോദിച്ചാൽ ഞാൻ വരാം, BJP-യിലേക്കും LDF-ലേക്കും വരാം. അതിന് ഒരു ചോദ്യം കൂടി, നിങ്ങൾ ഈ അബ്ദുസലാമിനെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തി നേരെ NDA-ലേക്ക് വിടുകയായിരുന്നില്ല. അബ്ദുസലാമിനെ ലീഗ് പൊളിറ്റിക്കൽ ലീഡറായിട്ട് ഒരു കാര്യത്തും കൈകാര്യം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാലയുടെ VC ആയിട്ട് മാത്രമല്ല, സംസ്കൃത സർവകലാശാലയുടെ VC KS രാധാകൃഷ്ണൻ ഇരിക്കുന്ന ലീഗ് മിനിസ്റ്റർ എന്ന സമയത്താണ്. ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും അക്കാഡമീഷ്യനായി നോക്കി കാണുന്ന ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡം വെച്ചല്ല. ആസ് എ അക്കാഡമീഷ്യൻ എന്നുള്ള രീതിയിൽ KS രാധാകൃഷ്ണൻ നന്നായിരുന്നു. പക്ഷേ അദ്ദേഹം അത് റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം ആദ്യം തേടി താവളം പോയി BJP-യിലേക്ക്. അബ്ദുസലാം പരാജയമാണെന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് വിധി എഴുതും. പക്ഷേ അക്കാഡമീഷ്യൻ എന്നുള്ള രീതിയിലാണ് ലീഗ് അംഗീകരിച്ചത്. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് കാലിക്കറ്റ്